നിലാവെളിച്ചം ദേഹത്ത് തട്ടിയാൽ ചെന്നായിയായി മാറുന്ന മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേർവൂൾഫുകളുടെ കഥ തുടങ്ങുന്നത് പുരാതന ഗ്രീസിലാണ്. ആർഗഡിയ എന്ന രാജ്യത്തിലെ രാജാവായിരുന്നു ലിക്കൗൺ. ശക്തനും ധനികനുമായിരുന്നെങ്കിലും അദ്ദേഹം ക്രൂരനും ദൈവഭയമില്ലാത്തവനും ആയിരുന്നു. മനുഷ്യരെ ബലിയർപ്പിക്കുന്നതിലും മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുന്നതിലും അദ്ദേഹം ആനന്ദം കണ്ടെത്തി. ലിക്കൗണിന്റെ അഹങ്കാരം അതിരുകടന്നു. താൻ ദേവന്മാരെക്കാൾ വലിയവനാണെന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന തിന്മകളെക്കുറിച്ച് പഠിക്കാൻ ദേവന്മാരുടെ രാജാവായ സെസ് ഒരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ ലിക്കൗണിന്റെ കൊട്ടാരത്തിൽ അതിഥിയായി എത്തി. സെസ് ഒരു ദൈവമാണോ എന്ന് പരീക്ഷിക്കാൻ ലിക്കൗൺ തീരുമാനിച്ചു. അത്താഴത്തിനായി അദ്ദേഹം ഒരു ബലിയെറുത്ത മനുഷ്യന്റെ മാംസം സെസ്സിന് വിളമ്പി. സെസ് ഇത് കണ്ടാൽ കോപിക്കുമോ ഇല്ലയോ എന്നറിയുകയായിരുന്നു ലിക്കൗണിന്റെ ലക്ഷ്യം. മനുഷ്യ മാംസം കണ്ടതും സെസ് കോപാകുലനായി. ലിക്കൗണിന്റെ കൊട്ടാരം ഇടിമിന്നൽ ഉപയോഗിച്ച് സെസ് തകർത്തെറിഞ്ഞു. എന്നിട്ട് ലിക്കൗൺ എന്ന മനുഷ്യനെ അവന്റെ ഉള്ളിലുള്ള മൃഗീയതയ്ക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് സെസ് ശിക്ഷിച്ചു. ലിക്കൗൺ ഒരു ഭീകരനായ ചെന്നായുടെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ രോമങ്ങളായി, കൈകാലുകൾക്ക് മാറ്റം വന്നു, ചുണ്ടുകൾ നീണ്ട് കൂർത്ത പല്ലുകൾ പുറത്തു വന്നു. മനുഷ്യമാംസത്തോടുള്ള അവന്റെ ആർത്തി അതേപടി നിലനിന്നു. എന്നാൽ ഇനി അവനൊരു മൃഗമാണ്. ലിക്കൗൺ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ചെന്നായയുടെ സ്വഭാവം കാണിച്ചപ്പോൾ സെസ് അവനെ ഒരു ചെന്നായയുടെ രൂപത്തിലേക്ക് തന്നെ മാറ്റി. അങ്ങനെ ലിക്കൗൺ എന്ന രാജാവ് ചരിത്രത്തിലെ ആദ്യത്തെ വേർവൂൾഫായി മാറി. മനുഷ്യന്റെ ക്രൂരതയ്ക്ക് ദൈവം നൽകിയ ശാപമായാണ് പിന്നീട് ഈ കഥ നൂറ്റാണ്ടുകളോളം ലോകമെമ്പാടും പ്രചരിച്ചത്. ഇതുപോലുള്ള അധികമാർക്കും അറിയാത്ത കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.